ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SCRT ക്ലാസ് 9ൽ മൂന്നാമത്തെ ചാപ്റ്റർ പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും SCRTയിലെ എല്ലാ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം അതിൻ്റെ സൊല്യൂഷൻ എല്ലാം നമ്മൾ SCRT ക്ലാസ് 9 എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതേപോലെ തന്നെ എൻ്റെ സ്ക്രീനിലുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 54 ക്വസ്റ്റ്യൻ നമ്പർ 3, 4 and 5. A quadrilateral is drawn with midpoints of the sides of a right triangle and its square corner as vertices. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ മിഡ് പോയിന്റുകൾ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുകയും അത് അതിൻ്റെ സ്ക്വയർ കോർണറിനോട് ചേർത്തിട്ട് ഒരു ചതുർഭുജം വരച്ചിട്ടുണ്ട്. ഒരു മട്ടത്രികോണത്തിൻ്റെ മട്ടമൂലയും വശങ്ങളുടെ മധ്യബിന്ദുക്കളും മൂലകളായി ഒരു ചതുർഭുജം വരച്ചിരിക്കുന്നു. പ്രൂവ് ദാറ്റ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ റെക്ടാങ്കിൾ. ഈ ചതുർഭുജം ഒരു ചതുരമാണെന്ന് തെളിയിക്കുക. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. ചതുരത്തിന്റെ പരപ്പളവ് ത്രികോണത്തിന്റെ പരപ്പളവിന്റെ എത്ര ഭാഗമാണ്? അപ്പം നമുക്ക് ഫസ്റ്റ് തൊട്ട് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം തൊട്ട്. ഫസ്റ്റത്തെ ചോദ്യം എന്താണ്? നമുക്കിവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ R എന്ന് പറയുന്നതും P എന്ന് പറയുന്നതും Q എന്ന് പറയുന്നതും മൂന്ന് സൈഡുകളുടെയും മിഡ് പോയിന്റുകളാണ്. പിന്നെ ഒരു സ്ക്വയർ കോർണർ ഉണ്ട്. സ്ക്വയർ കോർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺ 90 ഡിഗ്രി വരുന്ന നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ റൈറ്റ് ആംഗിളിനെയാണ് നമ്മൾ സ്ക്വയർ കോർണർ എന്ന് പറയുന്നത്, അഥവാ മലയാളത്തിൽ മട്ടമൂല എന്ന് പറയും. ഓക്കെ, ഇനി ഈ സ്ക്വയർ ഈ ചതുർഭുജം ഇത് ഒരു റെക്റ്റാങ്കിൾ ആണ് അല്ലെങ്കിൽ ഒരു ചതുരമാണെന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, P എന്ന് പറയുന്ന പോയിന്റും R എന്ന് പറയുന്ന പോയിന്റും എന്താണ്? മിഡ് പോയിന്റ്സ് ആണ്, അഥവാ മധ്യബിന്ദുക്കളാണ്. ഇനി ഈ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ നമുക്കൊരു തിയറി ഉണ്ട്. എന്താ? ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് പാരലൽ ടു ദ തേർഡ് സൈഡ് ആൻഡ് ഹാഫ് ഓഫ് ദ തേർഡ് സൈഡ്. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും പകുതിയുമായിരിക്കും. ഓക്കെ, അപ്പൊ ആറും പിയും എന്താണെന്ന് പറഞ്ഞു? മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ മിഡ് പോയിന്റുകൾ യോജിപ്പിച്ചിട്ടുള്ള ഈ വര മൂന്നാമത്തെ സൈഡായ BCക്ക് എന്തായിരിക്കും? പാരലലും ആയിരിക്കും, പകുതിയുമായിരിക്കും. അപ്പൊ നമുക്ക് PR പാരലൽ ടു നോക്കിക്കോണേ, PR പാരലൽ ടു BC എന്ന് പറയാം. അതേപോലെ തന്നെ PR എന്ന് പറയുന്നത് BCയുടെ പകുതിയുമാണെന്ന് പറയാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ പിയും ക്യൂവും എന്താണ്? മിഡ് പോയിന്റ്സ് ആണ്. പിയും ക്യൂവും എന്താണ്? മിഡ് പോയിന്റ്സ് ആണ്, മധ്യബിന്ദുക്കളാണ്. ദ സെയിം തിയറി, നമ്മളിപ്പോൾ പറഞ്ഞ അതേ തിയറി വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് പറയാം? PQ പാരലൽ ടു AB ആൻഡ് PQ ഈക്വൽ ടു ഹാഫ് ഓഫ് AB എന്ന് പറയാം. ഓക്കെ, മധ്യബിന്ദുക്കൾ ഇവിടെ തിയറി ഉണ്ട് കേട്ടതാ. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും മൂന്നാമത്തെ വശത്തിന് പകുതിയുമായിരിക്കും. ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് പാരലൽ ടു ദ തേർഡ് സൈഡ് ആൻഡ് ഹാഫ് ഓഫ് ദ തേർഡ് സൈഡ്. ആ ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രകാരം ആറും പിയും മിഡ് പോയിന്റ് ആണ്. അപ്പോൾ RP എന്ന് പറയുന്നത് BCക്ക് പാരലലും BCയുടെ പകുതിയാണ്. ഓക്കെ, ഇനി പിയും ക്യൂവും മിഡ് പോയിന്റ് ആണ്. അപ്പോൾ PQ എന്ന് പറയുന്നത് ABക്ക് പാരലലും ABയുടെ പകുതിയുമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. PQRS ഈസ് എ പാരലോഗ്രാം. എതിർവശങ്ങൾ സമാന്തരമാണ്. അപ്പോൾ PQR ഒരു സമാന്തരികമാണെന്ന് കിട്ടും. പാരലോഗ്രാം ആണെന്നല്ല തെളിയിക്കാൻ പറഞ്ഞേ അല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണേ. ഈ PR എന്ന് പറയുന്നത് BCക്ക് പാരലൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PR BQനും പാരലൽ അല്ലേ? ആണ്.
പി ക്യു എന്ന് പറയുന്ന ഈ സൈഡ് എ ബിക്ക് പാരലൽ ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർ ബിക്കും പാരലൽ അല്ലേ? അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആയിട്ട് കിട്ടിയില്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് ബി ക്യു ആർ പി ഈസ് എ പാരലോഗ്രാം. ഇനി ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അത് നമുക്ക് ഓൾറെഡി അറിയുന്നതാണല്ലോ, ഓൾറെഡി അറിയുന്നല്ലേ, കാരണം ഇത് മട്ടമൂലയാണ്, റൈറ്റ് ട്രയാങ്കിളിന്റെ കോർണറാണ്. അപ്പൊ ആംഗിൾ ബി 90 ഡിഗ്രിയാണ്. ഇനി ശ്രദ്ധിച്ചോണേ, എ പാരലോഗ്രാം വിത്ത് വൺ ആംഗിൾ കോൾഡ് റെക്ടാംഗിൾ. ഒരു കോൺ 90 ഡിഗ്രി ആയ സമാന്തരികത്തെ ചതുരം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി ക്യു ആർ പി ഇസ് എ റെക്ടാംഗിൾ എന്ന് പറഞ്ഞൂടെ, ഒരു ചതുരാണെന്ന് പറഞ്ഞൂടെ. നമ്മളോട് പറഞ്ഞ ആദ്യം ചതുരം തെളിയിക്കാനല്ലേ, അല്ലെ? ആ ചതുർഭുജം ഒരു ചതുരമാണ്, ഒരു റെക്ടാംഗിൾ ആണെന്ന് തെളിയിക്കണം. നോക്കി, ആദ്യം നമ്മൾ പാരലോഗ്രാം ആണെന്ന് പറഞ്ഞു, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയി. ഓക്കെ, ഇനി എ പാരലോഗ്രാം വിത്ത് വൺ ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ത്? റെക്ടാംഗിൾ എന്ന് പറയുന്നത്. ബി ഓൾറെഡി 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാലോ. സോ വി ഗോട്ട് ദാറ്റ് ഇറ്റ്സ് എ റെക്ടാംഗിൾ. ഇതൊരു ചതുരമാണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മളുടെ രണ്ടാമത്തെ ചോദ്യം, ഏരിയകൾ എത്ര ഫ്രാക്ഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ത്രികോണത്തിന്റെ ഏരിയ കാണാൻ പോവാണ്. അതിന് ഞാൻ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിന് വാല്യൂ ഒക്കെ കൊടുത്തു കേട്ടോ. ക്യൂ മിഡ് പോയിന്റ് ആണ്, അത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ക്യൂ എന്താണ്? മിഡ് പോയിന്റ് ആണ്. അപ്പം ഞാൻ ഈ സൈഡിനെ എക്സ് എടുത്താൽ ഇപ്പുറത്തും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ആർ എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. അപ്പം ഞാനിവിടെ വൈ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? വൈ ആയിരിക്കും. പിന്നെ ഈ രണ്ട് ലൈൻസ് പാരലൽ ആയതുകൊണ്ട് തന്നെ ഈ ലെങ്ത്തുകളും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ വൈ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വൈ, അല്ലെങ്കിൽ റെക്ടാംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ അല്ലേ? അപ്പോൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ മുകളിലും എക്സ് വരും. ഇനി നമുക്ക് ഓരോ ഏരിയ കാണാലോ. ഹാഫ് ബി എച്ച് കൊടുത്തു. ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആണ്. അപ്പൊ 2x. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടം വരത്ത് ഇവിടം വരെ. ഓക്കെ, അപ്പോൾ ഹൈറ്റും കിട്ടി, ബേസും കിട്ടി. ഹൈറ്റ് 2x ആണ്, ബേസ് 2y ആണ് അല്ലെ? ടോട്ടൽ ലെങ്ത് എടുക്കണം കേട്ടോ, 2y. ഇവിടെയോ 2x ടോട്ടൽ ലെങ്ത്. ഓക്കെ, ഇനി ഇതാ 2 × 2 4, x × y xy. അപ്പൊ ഹാഫ് ഇൻറ്റു 4xy അഥവാ 2xy എന്ന് കിട്ടും. ഇനി റെക്ടാംഗിളിന്റെ ഏരിയ കാണുകയാണെന്നുണ്ടെങ്കിലോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ദാ ലെങ്ത് എക്സ് ആണ്, ബ്രെഡ്ത്ത് വൈ ആണ്. സോ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ. ഓക്കെ, സോറി, റെക്ടാംഗിളിന്റെ ഏരിയയുടെ ഇരട്ടിയാണ് ത്രികോണത്തിന്റെ ഏരിയ, ഡബിൾ ആണ്. ദ ഏരിയ ഓഫ് ദ ട്രയാംഗിൾ ഈസ് ഡബിൾ ദ ഏരിയ ഓഫ് റെക്ടാംഗിൾ. ഇനി റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ട്രയാംഗിളിന്റെ പകുതിയാണ്. ദ ഏരിയ ഓഫ് റെക്ടാംഗിൾ ഈസ് ഹാഫ് ഓഫ് ദ ട്രയാംഗിൾ. അപ്പൊ എത്ര ഭാഗമാണ്, അല്ലെങ്കിൽ എന്ത് ചോദിച്ചിട്ടുള്ളത് നമ്മളോട്? എത്ര ഭാഗമാണ് പരപ്പളവിന്റെ അഥവാ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ എത്ര ഭാഗമാണ്? ത്രികോണത്തിന്റെ പരപ്പളവ് 2xy ആണ്, റെക്ടാംഗിളിന്റെ പരപ്പളവ് xy ആണ്. അപ്പൊ റെക്ടാംഗിളിന്റെ പരപ്പളവ് ത്രികോണത്തിന്റെ പരപ്പളവിന്റെ പകുതിയാണ്, ഹാഫ് ആണ്. ഏരിയ ഓഫ് റെക്ടാംഗിൾ, ചതുരത്തിന്റെ പരപ്പളവ് ഹാഫ് ഓഫ് ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ, ത്രികോണത്തിന്റെ പരപ്പളവിന്റെ പകുതിയാണ്. 1/2 ഓഫ് ഏരിയ ഓഫ് ട്രയാംഗിൾ, 1/2 ത്രികോണത്തിന്റെ പരപ്പളവ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമ്മൾ രണ്ടാമത്തെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ് കേട്ടോ. ആ പേജ് നമ്പറിലെ 4ാമത്തെ ചോദ്യത്തിലോട്ട് നമ്മൾ കിടക്കുകയാണ്. In the two picture below, the first one show two triangles formed by joining end of lines to 2 points above it. The second one show the quadrilateral. The second one is show the quadrilateral formed by joining the midpoint of the left and right side of this triangle. അതായത് ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ 2 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിലോട്ട് ഈ ലൈനുകളുടെ എൻഡ് പോയിന്റുകൾ യോജിപ്പിച്ചിട്ട് വരച്ച ട്രയാങ്കിൾ ആണ് ഇവിടെ ഉള്ളത്. അതിനുശേഷം ആ ട്രയാങ്കിൾസിന്റെ മിഡ് പോയിന്റുകൾ യോജിപ്പിച്ചിട്ട് വരച്ചിട്ടുള്ള ചതുർഭുജമാണ് ഇവിടെ ഉള്ളത്. ഇതാ ചുവടെയുള്ള ആദ്യത്തെ ചിത്രത്തിൽ ഒരു വരയുടെ മുകളിൽ 2 കുത്തുകൾ വരയുടെ അറ്റങ്ങളുമായി യോജിപ്പിച്ച് 2 ത്രികോണങ്ങൾ വരച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ ത്രികോണങ്ങളുടെ ഇടതും വലതും വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് ഒരു ചതുർഭുജവും. ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? പ്രൂവ് ദാറ്റ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലോഗ്രാം. ഈ ചതുർഭുജം സാമാന്തരികമാണെന്ന് തെളിയിക്കുക. രണ്ടാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ പൊസിഷൻ ഓഫ് ദ പോയിന്റ്സ് ഓൺ ടോപ്പ് ഫോർ ദിസ് ക്വാഡ്രിലാറ്ററൽ ടു ബി. ഈ ചതുർഭുജം ചുവടെ പറയുന്ന ഓരോ രൂപങ്ങളുമാകാൻ മുകളിൽ കുത്തുകൾ എവിടെ ആയിരിക്കണമെന്ന് വിശദീകരിക്കുക. റോംബസ് ആവണം അഥവാ
സോറി, സമഭുജ ത്രികോണമല്ല, സമഭുജ സാമാന്തരികമാണ് കേട്ടോ. റോംബസ് എന്ന് പറഞ്ഞാൽ സമഭുജ സാമാന്തരികം. സമഭുജ സാമാന്തരികം. റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ചതുരം, സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരം. മൂന്നാമത്തെ ചോദ്യം, would we get all this if one point is taken above the line and one below? ഒരു കുത്ത് വരയുടെ മുകളിലും ഒരു കുത്ത് താഴെയുമായി എടുത്താലും ഇതെല്ലാം ശരിയാകുമോ? അപ്പൊ നമുക്കൊരു തലക്കെന്ന് തുടങ്ങാം. ഫസ്റ്റത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് ദ ക്വാഡ്രിലാറ്ററൽ ഇസ് എ പാരലോഗ്രാം. ഈ ചതുർഭുജം സാമാന്തരികമാണെന്ന് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിൽ വരച്ച ചതുർഭുജത്തിന് PQRS എന്നും ട്രയാങ്കിളിനൊക്കെ ഓരോ പേരുകൾ കൊടുത്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കും, ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ചിങ്ങനെ ഓരോ കാര്യങ്ങളാണ്, തിയറിയാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൺസിഡർ ട്രയാങ്കിൾ ABC, വലിയ ത്രികോണം കേട്ടോ. ABC എന്ന് പറയുമ്പോൾ ഈ വലിയ ത്രികോണം നമ്മൾ കൺസിഡർ ചെയ്യണം. അതിൽ S ആൻഡ് R ആർ മിഡ് പോയിന്റ്സ്. മിഡ് പോയിന്റ്സുകൾ യോജിപ്പിച്ചിട്ടാണ് ഇത് വരച്ചത് എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പോൾ എസും ആറും മിഡ് പോയിന്റ്സ് ആണ്. ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മിഡ് പോയിന്റ് തിയറം തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു, മൂന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞു എന്താ, ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് പാരലൽ ആൻഡ് എ ഹാഫ് ഓഫ് ദി തേർഡ് സൈഡ്. ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരവും പകുതിയുമായിരിക്കും. സോ SR എന്ന് പറയുന്നത്, SR എന്ന് പറയുന്ന ഈ ലൈന് BC എന്ന് പറയുന്ന ലൈൻസിന് പാരലലും അതേപോലെ തന്നെ പകുതിയുമായിരിക്കും. എന്തായിരിക്കും? പാരലലും പകുതിയുമായിരിക്കും. ഓക്കെ ആണല്ലോ? ഇപ്പൊ പറഞ്ഞ കണ്ടീഷൻ ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി രണ്ടാമത്തത്, PQ എന്ന് പറയുന്ന ഈ ലൈന് BC എന്ന് പറയുന്ന ലൈനിന് പാരലലും അതിന് പകുതിയുമായിരിക്കും. ഇനി അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഒരു വട്ടം ഒരു തിയറിയൊക്കെ ഒരു വട്ടം എഴുതിയാൽ മതി. ശരിക്കും ശ്രദ്ധിച്ചോട്ടോ. നമ്മളുടെ ഒന്നാമത്തേതിൽ പറയുന്നത് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാനാണ് അല്ലെ. രണ്ടാമത്തേൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ OBC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. അതിൽ P എന്ന് പറയുന്നതും Q എന്ന് പറയുന്നതും എന്താണ്? മിഡ് പോയിന്റ്സ് ആണ്. അപ്പം മിഡ് പോയിന്റുകൾ യോജിപ്പിക്കുമ്പോൾ ഈ തിയറി പ്രകാരം മിഡ് പോയിന്റുകൾ യോജിപ്പിക്കുമ്പോൾ അത് തേർഡ് സൈഡിന് പാരലലും അതിൻ്റെ പകുതിയുമായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ PQ ഹാഫ് ഓഫ് BC എന്നും PQ പാരലൽ ടു BC എന്നും എഴുതിയത്. ഫ്രം 1 and 2 ഒന്നും രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം കിട്ടിയത് SR ഈക്വൽ ടു PQ ആൻഡ് SR പാരലൽ ടു PQ. ഇവിടെ ശ്രദ്ധിച്ചോണേ, SR എന്ന് പറയുന്നത് BCയുടെ പകുതിക്ക് ഈക്വൽ ആണ്, PQ എന്ന് പറയുന്നതും BCയുടെ പകുതിക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ RHS ഈക്വൽ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി LHS ഈക്വൽ ആവില്ലേ? അതുകൊണ്ടാണ് SR ഈക്വൽ ടു PQ എന്ന് പറഞ്ഞത്. ഇനി SR പാരലൽ ടു BC ആൻഡ് BC പാരലൽ ടു PQ. SR BCക്ക് പാരലലാണ്, BC PQന് പാരലലാണ്. അപ്പൊ SRും BQം പാരലലായില്ലേ? ആയി. One pair of opposite sides are parallel and equal. ഒരു ജോഡി എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. ഒരു ജോഡി എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. PQRS is a parallelogram. ഒരു സാമാന്തരികമാണെന്ന് കിട്ടും നമുക്ക്. അതൊരു പാരലോഗ്രാം ആണെന്നല്ലേ തെളിയിക്കാൻ പറഞ്ഞേ? പാരലോഗ്രാം ആണെന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ, ഡിസ്ക്രൈബ് ദ പോയിന്റ്സ് ഓഫ് ദ പോയിന്റ് ഓൺ ടോപ്പ് ഫോർ ദിസ് ക്വാഡ്രിലാറ്ററൽ ടു ബി. ഈ ചതുർഭുജം ചുവടെ പറയുന്ന ഓരോ രൂപങ്ങളുമാകാൻ മുകളിൽ കുത്തുകൾ എവിടെ ആയിരിക്കണം? സമഭുജ ത്രികോണം അല്ല എന്ന് ഞാൻ പറഞ്ഞു, സമഭുജ സാമാന്തരികമാണ് കേട്ടോ. സമഭുജ സാമാന്തരികം. ഓക്കെ, ഫസ്റ്റ് വൺ റോംബസ്. സമഭുജ ത്രികോണം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, മാറിപ്പോയതാണ്, സോറി. സമഭുജ സാമാന്തരികം കേട്ടോ. റോംബസ് സമഭുജ സാമാന്തരികം. അതിന് നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഷുഡ് ബി ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ദ ലൈൻ. ബിന്ദുക്കൾ തമ്മിലുള്ള അകലം വരയുടെ നീളത്തിന് തുല്യമായിരിക്കണം. അതായത് O എന്ന് പറയുന്ന ഈ ബിന്ദുവും A എന്ന് പറയുന്ന ഈ ബിന്ദുവും തമ്മിലുള്ള അകലം BCക്ക് ഈക്വൽ ആകണം. ഓക്കെ, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ BCയുടെ പകുതിയാണ് SRും PQ എന്ന് കിട്ടി. അടുത്ത നമുക്ക് OAയുടെ പകുതിയാണ് QR SP എന്ന് കിട്ടണം. അപ്പോൾ OAയും BCയും ഈക്വൽ ആകുമ്പോഴല്ലേ എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് കിട്ടുക. കാരണം SRും PQവും SRും PQവും BCയുടെ പകുതിയാണ്. അതേപോലെ തന്നെ SPയും QRും
ഒ എയുടെയും പകുതിയാണ്. അപ്പോൾ ബി സിയും ഒ എയും ഈക്വൽ ആയാലല്ലേ അതിൻ്റെ പകുതിയും ഈക്വൽ ആവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ആ ലൈനുകൾ എടുക്കുന്നത്. ഓക്കെ, എങ്ങനെ എടുക്കേണ്ടത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഷുഡ് ബി ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് ദ ലൈൻ. ബിന്ദുക്കൾ തമ്മിലുള്ള അകലം വരയുടെ നീളത്തിന് തുല്യമായിരിക്കണം. അപ്പോൾ ബി സി ഈക്വൽ ടു എന്താണ്? ഈ ബിന്ദുക്കൾ തമ്മിലുള്ള അകലാണ് ഒ എ. ബി സി എന്ന് പറയുന്നത് നമ്മളെ ലൈന്, ബിന്ദു എന്ന് പറയുന്നത് ഒന്ന് ഒയും ഒന്ന് എയുമാണ്. അപ്പോൾ ബി സി ഈക്വൽ ടു എന്തായിരിക്കണം? ഒ എ ആയിരിക്കണം. ഇനി എഫ് ജി എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണേ, എഫ് ജി എന്ന് പറയുന്നത് ഞാനിവിടെ പേരുകൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. എഫ് ജി എന്ന് പറയുന്നത് ബി സിയുടെ പകുതിയാണ്. കാരണം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ തിയറി പ്രകാരം കേട്ടോ, മിഡ് പോയിന്റുകളാണ് യോജിപ്പിക്കുന്നതൊക്കെ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എഴുതാത്തോട്ടോ. ഒരു ക്വസ്റ്റ്യനിൽ ഒരു വട്ടം എഴുതിയാൽ മതി ഒരു തിയറി. ദെൻ അതിനുശേഷം അടുത്ത് ഡി ഇ, ഇവിടെ ശ്രദ്ധിച്ചോണം, ഡി ഇ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബി സിക്ക് പാരലാണ്, ബി സിയുടെ പകുതിയാണ്. ഫ്രം 2 and 3. ഒരു മിനിറ്റ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ എഫ് ജി എന്ന് പറയുന്നത് ബി സിക്ക് പാരലാണ്, ബി സിയുടെ പകുതിയാണ്. ഡി ഇ എന്ന് പറയുന്നതും ബി സിക്ക് പാരലാണ്, ബി സിയുടെ പകുതിയാണ്. അപ്പോൾ 1ഉം 2ഉം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ജി ഈക്വൽ ടു ഡി ഇ എന്ന് കിട്ടി. അത് ആർക്ക് ഈക്വൽ ആണ്? ഹാഫ് ബി സിക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇനി അടുത്ത് ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത് കിട്ടുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഏത് ട്രയാങ്കിൾ? എ ഒ സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ ജി എന്ന് പറയുന്ന പോയിന്റും ഇ എന്ന് പറയുന്ന പോയിന്റും മിഡ് പോയിന്റ് ആണ്. അപ്പോൾ ജി ഇ പാരലൽ ടു ഒ എ, അതേപോലെ തന്നെ ജി ഇ ഈക്വൽ ടു ഹാഫ് ഒ എ എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുത്തു. അടുത്തത് എടുക്കുന്ന ട്രയാങ്കിൾ ഇതാ ബി ഒ എ എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ. അതിൽ ഡി എന്ന് പറയുന്നതും എഫ് എന്ന് പറയുന്നതും മിഡ് പോയിന്റ്സ് ആണ്. ഡി എന്ന് പറയുന്നതും എഫ് എന്ന് പറയുന്നതും മിഡ് പോയിന്റ്സ് ആണ്. ആ മിഡ് പോയിന്റുകൾ യോജിപ്പിക്കുമ്പോൾ ഡി എഫ് എന്ന് പറയുന്ന ലൈന് ഒ എക്ക് പാരലലും ആയിരിക്കും, ഒ എയുടെ പകുതിയുമായിരിക്കും. സോ ഡി എഫ് എന്ന് പറയുന്നത് ഒ എക്ക് പാരലലും ഒ എയുടെ പകുതിയും. ഇനി 5ഉം 6ഉം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ജി ഇ ഈക്വൽ ടു ഹാഫ് ഒ എ എന്ന് കിട്ടി. അതേപോലെ തന്നെ ഡി എഫ് ഈക്വൽ ടു ഹാഫ് ഒ എ എന്ന് കിട്ടി. അതിൽ നമുക്ക് എന്ത് പറയാം? ജി ഇ ഈക്വൽ ടു ഡി എഫ് ഈക്വൽ ടു ഹാഫ് ഒ എ. ഇനി നമ്മൾ ബാക്കിയുള്ള ഈ 5, 6 ഒഴിവാക്കിയിട്ട് 1, 4, 7 കൊടുക്കുക. ഏതൊക്കെയാ? 1, 4, 7 കേട്ടോ. ഒരു മിനിറ്റ്. 1, 4, 7 ഇത് 3ഉം കൺസിഡർ ചെയ്യാം കേട്ടോ. ഇവിടെ എഫ് ജി ഈക്വൽ ടു ഡി ഈക്വൽ ടു ഹാഫ് ബി സി, ജി ഇ ഈക്വൽ ടു ഡി എഫ് ഈക്വൽ ടു ഹാഫ് ഒ എ. ഇത് നമ്മൾ 1ലോട്ട് പോയി കഴിഞ്ഞാൽ ബി സിയും ഒ എയും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹാഫ് ബി സിയും ഹാഫ് ഒ എയും എന്താവും? ഈക്വൽ ആവും. അപ്പോൾ രണ്ടിൻ്റെയും ആർ എച്ച് എസ് എന്തായിട്ട് കിട്ടും? ഈക്വൽ ആയിട്ട് കിട്ടും. ആർ എച്ച് എസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? എൽ എച്ച് എസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ 4 സൈഡ് നമുക്ക് എന്തായിട്ട് കിട്ടും? ഈക്വൽ ആയിട്ട് കിട്ടും. ഓൾറെഡി നമ്മളതൊരു പാരലോഗ്രാം ആണെന്ന് തെളിയിച്ചു. പാരലോഗ്രാമിൻ്റെ 4 സൈഡ് ഈക്വൽ ആയാൽ ദാറ്റ് വി കോൾഡ് എ റോംബസ്, ഒരു സമഭുജ സാമാന്തരികമാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് റെക്റ്റാങ്കിൾ വരണം. ഓക്കെ, ഈ പി ക്യു ആർ എസ് എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ ആവണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വരക്കണം? ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം എനി എൻഡ് പോയിന്റ് ഓഫ് ദ ലൈൻ ആൻഡ് മാർക്ക് ദ പോയിന്റ് ഓൺ ഇറ്റ്. വരയുടെ ഒരറ്റത്തിൽ ലംബം വരക്കുക, പെർപെൻഡിക്കുലർ വരക്കുക. ഈ ഇവിടെ 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ, ഈ പി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ അതൊരു റെക്റ്റാങ്കിളായി. കാരണം റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? പാരലോഗ്രാം വിത്ത് 1 ആംഗിൾ. പി ക്യു ആർ എസ് പാരലോഗ്രാം ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ആംഗിൾ 90 ആയാൽ മതി. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഈ ലൈനിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പെർപെൻഡിക്കുലർ വരച്ചിട്ട് ആ ലൈനിൽ വേണം നമ്മളുടെ 2 പോയിന്റുകൾ, ഒ എന്ന് പറയുന്ന പോയിന്റും എ എന്ന് പറയുന്ന പോയിന്റും മാർക്ക് ചെയ്യാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി ക്യു ആർ എസ് എന്താവും? റെക്റ്റാങ്കിൾ ആവും അല്ലേ? പി ക്യു ആർ എസ് ഒരു പാരലോഗ്രാം ആണ്, ഒരു സമാന്തരികമാണെന്ന് നമുക്കറിയാം. ക്യു ആർ പാരലൽ ടു ബി സി ആണ്. ക്യു ആർ ആർക്ക് പാരലാണ്? ബി സിക്ക് പാരലാണ് അല്ലേ? ഇനി ആംഗിൾ ബി 90 ആണെന്നുണ്ടെങ്കിൽ ഇതും എന്തായിരിക്കും? 90 ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയാം. പാരലൽ ലൈൻസിൽ പഠിക്കുന്നതാണ് നമ്മൾ അല്ലേ? പാരലൽ ലൈൻസിൻ്റെ കാര്യത്തിൽ പഠിക്കുന്നതാണ്, ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. കറസ്പോണ്ടിങ് ആംഗിൾ, അൾട്ടർനേറ്റ് ആംഗിൾ, സമാന കോണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 90 ആണെന്നുണ്ടെങ്കിൽ അതേ പൊസിഷനിലുള്ള ഈ കോണം എന്തായിരിക്കും? 90 ആയിരിക്കും.
അപ്പോൾ എ പാരലോഗ്രാം വിത്ത് 1 ആംഗിൾ 90 നോൺ ആസ് റെക്ടാംഗിൾ. ഒരു കോൺ 90 ഡിഗ്രി ആയ സാമാന്തരികത്തിന് പറയുന്ന പേരാണെന്ത്? ചതുരം. സോ വി ക്യാൻ സേ ദാറ്റ് PQRS ഈസ് എ റെക്ടാംഗിൾ, PQRS ഒരു ചതുരമാണ്. അടുത്ത സ്ക്വയർ, സമചതുരം വരണമെന്നുണ്ടെങ്കിൽ ഡ്രോ എ പെർപെൻഡിക്കുലർ ഫ്രം വൺ സൈഡ് ഓഫ് ദ ലൈൻ, ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഈസ് ഡബിൾ ഓഫ് ദ ലൈൻ. ഈ പെർപെൻഡിക്കുലറിന്റെ ലൈന് ലെങ്ത് എന്ന് പറയുന്നത് BCയുടെ ഡബിൾ ആയിരിക്കണം. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും എക്സ് വന്നു കഴിഞ്ഞാലേ നമുക്ക് എല്ലാ സൈഡും ഈക്വൽ ആയിട്ട് കിട്ടുള്ളൂ. കാരണം നോക്കിക്കോണേ, എന്താ OBC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. ഓക്കെ, OBC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ PQ എന്ന് പറയുന്നത് BCക്ക് പാരലലും BCയുടെ പകുതിയാണ്. ജസ്റ്റ് ഞാൻ ഇവിടെ ആദ്യം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. PQ എന്ന് പറയുന്നത് BCയുടെ പകുതിയാണ്. അതേപോലെ തന്നെ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്താൽ OR എന്ന് പറയുന്നതും BCക്ക് പകുതിയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? PQ ഈക്വൽ ടു BC, OR കിട്ടി കേട്ടോ. ഇനി അടുത്ത നമ്മൾ എടുക്കുന്നത് ഇതാ AOC എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ RQ എന്ന് പറയുന്നത് ഹാഫ് OA ആണെന്ന് കിട്ടും. ഓക്കെ, RQ എന്ന് പറയുന്നത് ഹാഫ് OA ആണെന്ന് കിട്ടും. നോക്കിയാ, സ്ക്വയർ ആണ് തെളിയിക്കാൻ അഡ്ജസൻറ്റ് സൈഡുകൾ ഈ OR എന്ന് പറയുന്നതും QR എന്ന് പറയുന്നതും എന്തായിട്ട് കിട്ടിയാൽ മതി? ഈക്വൽ ആയിട്ട് കിട്ടിയാൽ മതി. കാരണം ഇത് റെക്ടാംഗിൾ ആണെന്നുള്ള തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞല്ലോ, റെക്ടാംഗിളിനെ രണ്ട് അഡ്ജസൻറ്റ് സൈഡ് ഈക്വൽ ആയാലും സ്ക്വയർ ആയി. ഇനി ഈ രണ്ടൊന്നും കമ്പയർ ചെയ്യാട്ടോ. ഇതാ ഹാഫ് BC ഈക്വൽ ടു OR, ഹാഫ് OA ഈക്വൽ ടു RQ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BCയും OAയും ഈക്വൽ ആയാലല്ലേ ORും RQയും ഈക്വൽ ആവുക. BC X, OAയും X. അങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പകുതിയും എന്താവുക? ഈക്വൽ ആവുക. ഓക്കെ, ദെൻ ഇനി ഇത് മായ്ച്ചിട്ട് PQ ഈക്വൽ ടു ഹാഫ് BC. PQ എന്ന് പറയുന്നത് ഹാഫ് BC ആണ്. അതേപോലെ തന്നെ RQ എന്ന് പറയുന്നത് ഹാഫ് OA ആണ്. ഇത് രണ്ടിനെ ഇക്വേഷൻ 1 and 2 എന്ന് കൊടുത്തു. ഇനി BC എന്ന് പറയുന്നത് OAക്ക് ഈക്വൽ ആണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PQ ഈക്വൽ ടു എന്ത് കിട്ടും? RQ. അപ്പോൾ PQ ഈക്വൽ ടു എന്ത് കിട്ടി? RQ എന്ന് കിട്ടി. PQ ഈക്വൽ ടു എന്ത് കിട്ടി? RQ എന്ന് കിട്ടി. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ്സ് നേരത്തെ ഞാൻ OR വെച്ചിട്ടാണ് പറഞ്ഞത്, ഇപ്പം ഇതിൽ PQ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. PQ ഈക്വൽ ടു RQ എന്ന് കിട്ടി. PQRS ഈസ് എ സ്ക്വയർ. PQRS ഒരു സമചതുരമാണെന്നും കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, വുഡ് ബി ഗെറ്റ് ഓൾ ദിസ് ഇഫ് വൺ പോയിന്റ് ഈസ് ടേക്കൺ അബവ് ദ ലൈൻ ആൻഡ് വൺ ബിലോ. ഒരു കുത്ത് വരയുടെ മുകളിലും ഒരു കുത്ത് താഴെയുമായി എടുത്താൽ ഇതെല്ലാം ശരിയാകുമോ എന്നാണ് ചോദ്യം. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിട്ടും. ഇനി അതെങ്ങനെ വരുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലും നോക്കാം. അഞ്ചാമത്തെ ചോദ്യം നോക്കിക്കോണേ. പ്രൂവ് ദാറ്റ് ദ ക്വാഡ്രിലാറ്ററൽ ഫോംഡ് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് എനി ക്വാഡ്രിലാറ്ററൽ ഈസ് പാരലോഗ്രാം. ഏത് ചതുർഭുജത്തിന്റെയും വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചതുർഭുജം സമാന്തരികമാണെന്ന് തെളിയിക്കുക. Explain what should be the original quadrilateral to get the inner quadrilateral as. അകത്തെ ചതുർഭുജം ചുവടെ പറയുന്ന ഓരോ രൂപങ്ങളാകാൻ ആദ്യത്തെ ചതുർഭുജത്തിന്റെ സവിശേഷതകൾ എന്തായിരിക്കണമെന്ന് വിശദീകരിക്കുക. റോംബസ്, സമഭുജ സാമാന്തരികം, അതേപോലെ തന്നെ റെക്ടാംഗിൾ, സ്ക്വയർ. നമുക്ക് നോക്കിയാലോ. ഫസ്റ്റത്തത് നമ്മൾ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ പ്രൂവ് ദാറ്റ് ദ ക്വാഡ്രിലാറ്ററൽ ഫോംഡ് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് എനി ക്വാഡ്രിലാറ്ററൽ. ഏതൊരു ക്വാഡ്രിലാറ്ററലിന്റെയും മിഡ് പോയിന്റുകൾ യോജിപ്പിച്ചാൽ നമുക്കൊരു പാരലോഗ്രാം കിട്ടുമെന്ന് തെളിയിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ? 4 സൈഡുള്ള രൂപത്തിന് പറയുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഞാൻ ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ട് എന്താ ABയുടെ മിഡ് പോയിന്റ് P എന്നും BCയുടേത് Q എന്നും CDയുടേത് R എന്നും ADയുടേത് S എന്നും മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഈ PQRS എന്ന് പറയുന്നത് ഒരു സാമാന്തരികമാണ് അല്ലെങ്കിൽ ഒരു പാരലോഗ്രാം ആണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, കൺസിഡർ ADC. ഈ റോംബസിന്റെ കാര്യം ഇപ്പം നിങ്ങൾ വിട്ടോളൂ, അത് രണ്ടാമത്തെ ചോദ്യത്തിലുള്ളതാണ്.
കൺസിഡർ ട്രയാങ്കിൾ എ ഡി സി. എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇതാ ഇതിലെങ്ങനെ വരുന്ന ഈ ട്രയാങ്കിൾ എ ഡി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ, മുകളിലേക്ക് പോകുന്ന ഈ ട്രയാങ്കിൾ, ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ തിയറി തന്നെ, എസ് എന്ന് പറയുന്നതും ആർ എന്ന് പറയുന്നതും മിഡ് പോയിന്റുകളാണ്. മിഡ് പോയിന്റുകൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അത് മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും, സമാന്തരമായിരിക്കും, മൂന്നാമത്തെ വശത്തിന് പകുതിയുമായിരിക്കും. ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് പാരലൽ ടു ദ തേർഡ് സൈഡ് ആൻഡ് ഹാഫ് ഓഫ് ദ തേർഡ് സൈഡ്. മൂന്നാമത്തെ വശത്തിന് സമാന്തരവും മൂന്നാമത്തെ വശത്തിന് പകുതിയുമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? എസ് ആർ പാരലൽ ടു എ സി, എസ് ആർ ഈക്വൽ ടു ഹാഫ് എ സി. കൺസിഡർ ട്രയാങ്കിൾ ബി എ സി. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് അടുത്ത ട്രയാങ്കിൾ ബി എ സി എന്ന് പറയുന്ന ഈ താഴോട്ടുള്ള ട്രയാങ്കിൾ. അതിൽ നോക്കിയ മക്കളെ, പി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നതും മിഡ് പോയിന്റ് ആണ് എങ്കിൽ പി ക്യു എന്ന് പറയുന്ന ലൈന് എ സിക്ക് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അതേപോലെ തന്നെ എ സിയുടെ പകുതിയായിരിക്കും. ഇപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ? ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? ഫ്രം 1 and 2, 1 and 2 നിന്ന് നമുക്ക് എന്ത് കിട്ടും? എസ് ആർ പാരലൽ ടു എ സി പാരലൽ ടു പി ക്യു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ് ആർ പാരലൽ ടു എന്താകും? പി ക്യു ആവും. എസ് ആർ ഈക്വൽ ടു ഹാഫ് എ സി, എസ് പി ക്യു ഈക്വൽ ടു ഹാഫ് എ സി എങ്കിൽ എസ് ആർ ഈക്വൽ ടു എന്താകും? പി ക്യു ആകും. സോ എസ് ആർ പാരലൽ ടു പി ക്യു ആൻഡ് എസ് ആർ ഈക്വൽ ടു പി ക്യു. സിമിലർലി ഇതുപോലെ ഏതുപോലെ ഇപ്പൊ തെളിയിച്ചതുപോലെ തന്നെ, ഇപ്പൊ നമ്മൾ എസ് ആറിനെയും പി ക്യൂനെയും തെളിയിച്ചതുപോലെ തന്നെ നമുക്ക് ആരെയും തെളിയിക്കാൻ പറ്റും? ആർ ക്യൂവിനെയും എസ് പിനെയും തെളിയിക്കാൻ പറ്റും. നോക്കിയേ, ഈ ഡി ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ആർ ക്യൂ പാരലൽ ടു ഡി ബി, ആർ ക്യൂ ഹാഫ് ഓഫ് ഡി ബി എന്ന് കിട്ടും. പിന്നെ ഡി എ ബി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ എസ് പി പാരലൽ ടു ഡി ബി എന്നും എസ് ബി ഹാഫ് ഓഫ് ഡി ബി എന്നും കിട്ടും. അതിനെയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇത് തന്നെയല്ലേ കിട്ടുക. അപ്പൊ നമ്മൾ ഒരു വട്ടം ചെയ്താൽ മതി, അതിനുശേഷം സിമിലർലി എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. സിമിലർലി ഇതുപോലെ എന്ത് കിട്ടും? എസ് പി പാരലൽ ടു ആർ ക്യു എന്നും എസ് പി ഈക്വൽ ടു ആർ ക്യു എന്നും കിട്ടും. നോക്കിയാ, ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ. എതിർവശങ്ങൾ സമാന്തരവും തുല്യവുമാണ്. പി ക്യു ആർ എസ് ഇസ് എ പാരലോഗ്രാം. പി ക്യു ആർ എസ് ഒരു സാമാന്തരികമാണ്. നമ്മളോട് സാമാന്തരികമാണെന്നല്ലേ തെളിയിക്കാൻ പറഞ്ഞു. സോ വി ഗോട്ട് ദാറ്റ് പി ക്യു ആർ എസ് ഇസ് എ പാരലോഗ്രാം. പി ക്യു ആർ എസ് ഒരു സാമാന്തരികമാണ്. ഇനി നമുക്ക് റോംബസ്, റെക്ടാംഗിൾ അങ്ങനെ ഓരോന്നാണ്. ഫസ്റ്റ് നമുക്ക് റോംബസിന്റെ എഴുതിയിട്ടില്ല. ഓക്കെ, ആദ്യം റെക്ടാംഗിൾ. റോംബസിന്റെ എഴുതിയിട്ടില്ലല്ലേ? റോംബസിന്റെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഒരു മിനിറ്റ്. റോംബസിന്റെ എഴുതിയിരിക്കണമെന്നുള്ള ഓർമ്മയാണ്. ഇതൊരു പാരലോഗ്രാം ആണെന്ന് കിട്ടിയല്ലോ പി ക്യു ആർ എസ്. ഇനി പി ക്യു ആർ എസ് പാരലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താണ്? ഈ നേരത്തെ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തില്ലേ, ഇപ്പോൾ എന്താ ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ഉള്ളിൽ പി ക്യു ആർ എസ് നമുക്ക് പാരലോഗ്രാം ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ റോംബസ് ആക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ വരക്കുന്ന ഡയഗണൽസ് ഉണ്ടല്ലോ, ഈ വരക്കുന്ന ഡയഗണൽസ് ഈക്വൽ ആയാൽ മതി. ഇപ്പോൾ ഇവിടെ എ ബി സി ഡി എന്ന് പറയുന്നതും പി ക്യു ആർ എസ് എന്ന് പറയുന്നതും, പി ക്യു ആർ എസ് പാരലോഗ്രാം ആണെന്ന് കിട്ടി. പി ക്യു ആർ എസ് എന്താണെന്ന് കിട്ടി? പാരലോഗ്രാം ആണെന്ന് കിട്ടി. ഇനി പി ക്യു ആർ എസ് റോംബസ് ആവണമെന്നുണ്ടെങ്കിൽ നോക്കിയേ, ഈ എസ് പി എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? ആർ ക്യൂന് ഈക്വൽ ആണ്. ആർ ക്യു എന്ന് പറയുന്നത് ഹാഫ് ഡി ബി ആണ്. ഞാനിപ്പോൾ വരച്ച ചിത്രം പ്രകാരം ഹാഫ് ഡി ബി ആണ് ആര്? എസ് പി, അതേപോലെ തന്നെ ആർ ക്യു എന്ന് പറയുന്നത്. പിന്നെ എസ് ആർ എന്ന് പറയുന്നതും പി ക്യു എന്ന് പറയുന്നതും ഹാഫ് എ സിക്ക് ഈക്വൽ ആണ്. അപ്പൊ മക്കളെ, ഈ ഡി ബിയും എ സിയും ഈക്വൽ ആയാൽ ഈ പറഞ്ഞ 4 സൈഡ് ഈക്വൽ ആയില്ലേ? ഓക്കെ, എസ് പി ആർ ക്യു ആർക്ക് ഈക്വൽ ആണ്? ഹാഫ് ഡി ബിക്ക് ഈക്വൽ ആണ്. എസ് ആറും പി ക്യൂം ആർക്ക് ഈക്വൽ ആണ്? ഹാഫ് എ സിക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡി ബിയും എ സിയും ഈക്വൽ ആയാൽ ഈ എസ് പിയും ആർ ക്യൂവും എസ് ആറും പി ക്യു ഒക്കെ ഈക്വൽ ആവില്ലേ? ഡി ബി എ സി ഈക്വൽ ആയാൽ അതിൻ്റെ പകുതിയും ഈക്വൽ ആവും. അപ്പോൾ ആർ എച്ച് എസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ എൽ എച്ച് എസിലുള്ള രണ്ടും എന്താവും?
ഈക്വൽ ആകും. അപ്പം നമ്മൾ വരക്കുമ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ടല്ലോ, ആ കണ്ടീഷൻ നമ്മൾ എന്തായിട്ട് എടുത്താൽ മതി, ഈ ഡയഗണൽസ് നമ്മൾ ഈക്വൽ ആയിട്ട് വരച്ചാൽ മതി. അഥവാ എ സിയും ഡി ബിയും ഈക്വൽ ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ, എ സി ഈക്വൽ ടു ഡി ബി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? റോംബസിനെ കിട്ടും. ഓക്കെ, അപ്പോൾ റോംബസിൻ്റെത് ഇങ്ങനെയാണ് വരിക കേട്ടോ. റോംബസിൻ്റെ മനസ്സിലായെന്ന് കരുതുന്നു. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ഏകദേശം അതേ മെത്തേഡ് തന്നെയാണ് ഇതിന് കേട്ടോ. ഇനി അടുത്തത്, ഇഫ് ദ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ. ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയാൽ, നേരത്തെ നമ്മൾ ഡയഗണൽസ് ഈക്വൽ ആയാൽ അത് ഇതായി എന്ന് പറഞ്ഞു. ഇനി റെക്റ്റാങ്കിൾ ആവണം എന്നുണ്ടെങ്കിൽ ഒരു ആംഗിൾ എന്തായിട്ട് കിട്ടണം? 90 ഡിഗ്രി ആയിട്ട് കിട്ടണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഡയഗണൽസ് വികർണങ്ങൾ എന്താക്കിയിട്ട് എടുക്കണം? പെർപെൻഡിക്കുലർ ആക്കിയിട്ട് എടുക്കണം. വികർണങ്ങൾ പരസ്പരം ലംബമായാൽ പി ക്യു ആർ എസ് ഒരു ചതുരമാവും. നമുക്ക് നോക്കാം. എസ് ആർ പാരലൽ ടു ഡി ബി പാരലൽ ടു SR parallel to DB parallel to PQ. ഓക്കെ, അതിൽ R ഈക്വൽ ടു Q ഈക്വൽ ടു P ഈക്വൽ ടു S ഈക്വൽ ടു 92. അതെങ്ങനെ വരുന്നത് എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ എന്താ പറയുക, പാരലൽ ആണല്ലോ. അപ്പോൾ പാരലൽ ആവുമ്പോൾ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഡയഗണൽസ് എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ എന്താകും? 90 ആകും. ഇവിടെ എന്താകും? 90 ആകും അല്ലേ? കാരണം ഇത് പാരലൽ ലൈൻസ് ആണല്ലോ. പാരലൽ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുമ്പോൾ സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ 180 ആണ്. അപ്പോൾ ഡയഗണൽസ് ഓൾറെഡി 90 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ 90. അപ്പോൾ ഇവിടെ എന്താവും? 90 ആവും. ഇനി ഇങ്ങോട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ 90 ആകുമ്പോൾ ഇവിടെ 90. മനസ്സിലായോ? ഇവിടെ നോക്കുക, ഇവിടെ ഓൾറെഡി 90 ഡിഗ്രി ആണ്. ഈ ഡി ബി എന്ന് പറയുന്ന ഈ ലൈനും ഇതും പാരലൽ ആണ്. ഇപ്പോൾ ഇത് പാരലൽ ലൈനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇവിടെ 90 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താവും? 90 ആവും. അപ്പോഴാണ് നമുക്കിത് 180 കിട്ടുക. ഇനി ഇവിടെ ഈ സി എ എന്ന് പറയുന്നതും ആർ ക്യു എന്ന് പറയുന്നതും പാരലൽ ആണ്. അപ്പോൾ ഇവിടെ 90 ആവുമ്പോൾ ഇവിടെ എന്താവണം? 90 ആവണം. അപ്പോൾ ഈ ഒരു ചതുരം മാത്രം എടുത്തു കഴിഞ്ഞാൽ 3 സൈഡ് അല്ലെങ്കിൽ എന്തായി? ചതുരായി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും കൺസിഡർ ചെയ്യാം. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ചതുരം മാത്രം എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ആംഗിളുകൾ ഓരോന്നും പാരലൽ ലൈൻസിൻ്റെ കണ്ടീഷനൊന്നും നിങ്ങൾ നോക്കണ്ട. ഞാനിപ്പോൾ ഈ റെഡ് ഇൻഗേറ്റ് മാർക്ക് ചെയ്ത ഇതൊരു റെക്റ്റാങ്കിൾ ആണല്ലോ. ഡയഗണൽസ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ഒരു ആംഗിൾ 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ അതെന്തായി? റെക്റ്റാങ്കിൾ ആയി. ഇവിടെ കാണുന്നത് ഈ ഒരു റെക്റ്റാങ്കിൾ പോലത്തെ ഈ ഷേപ്പ് എന്ന് പറയുന്നത് പാരലോഗ്രാം ആണെന്ന് നമുക്കറിയാം. പാരലോഗ്രാം ആണ്, കാരണം ഇത് രണ്ടും പാരലാണ്, ഇത് രണ്ടും പാരലാണ്. ഇതൊരു പാരലോഗ്രാം ആണ്. ഒരു ആംഗിൾ 90 ഡിഗ്രി ആയില്ലേ? ഒരു ആംഗിൾ 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ അത് റെക്റ്റാങ്കിൾ ആയി. അപ്പോൾ ഇവിടെ 90. ഇതും അതേപോലെ തന്നെ, ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് റെക്റ്റാങ്കിളായി. ഇവിടെയും 90. ഇതും അങ്ങനെ തന്നെ, ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് റെക്റ്റാങ്കിളായി. ഇവിടെ 90. ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് റെക്റ്റാങ്കിളായി. ഇവിടെ 90. കണ്ടോ, എല്ലാ ആംഗിളും 90 ആണ്. ആംഗിൾ ആർ ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈക്വൽ ടു ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ എസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഒരു ആംഗിൾ തന്നെ 90 കിട്ടിക്കഴിഞ്ഞാൽ അത് റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ പിന്നെ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ നമുക്ക് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞൂടെ? ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി. എ പാരലോഗ്രാം വിത്ത് വൺ ആംഗിൾ 90 ഡിഗ്രി ഈസ് എ റെക്റ്റാങ്കിൾ. പി ക്യു ആർ എസ് ഈസ് എ റെക്റ്റാങ്കിൾ. ഒരു ആംഗിൾ 90 ഡിഗ്രി ആയി തന്നെ അതെന്തായി? റെക്റ്റാങ്കിൾ ആയി. സോ വി ക്യാൻ സേ ദാറ്റ് പി ക്യു ആർ എസ് ഈസ് എ റെക്റ്റാങ്കിൾ. ഒരു കോൺ 90 ഡിഗ്രി ആയ സാമാന്തരികത്തെ ചതുരം എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് പി ക്യു ആർ എസ് എന്താണ്? ഒരു ചതുരമാണ്. ഇനി ഈ ചതുരം എന്താവണം? സ്ക്വയർ ആവണം. ചതുരം സ്ക്വയർ ആവണമെങ്കിൽ, ചതുരം അഥവാ റെക്റ്റാങ്കിൾ സ്ക്വയർ ആവണമെങ്കിൽ, ചതുരം സമചതുരം ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാമാന്തരികത്തെ റോംബസ് ആക്കിയ പോലെ തന്നെ ഈ ഡയഗണൽസിനെ ഈക്വൽ ആക്കിയിട്ട് എടുത്താൽ മതി. ഓക്കെ, ഇഫ് ദ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ആൻഡ് ഈക്വൽ. ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയാൽ അത് റെക്റ്റാങ്കിൾ ആയി. അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആയാൽ അതെന്താവും? സ്ക്വയർ ആവും. അപ്പോൾ ഡയഗണൽസ് പെർപെൻഡിക്കുലറും ഈക്വൽ ആയി കഴിഞ്ഞാൽ പി ക്യു ആർ എസ് ബിക്കം എ സ്ക്വയർ. വികർണങ്ങൾ പരസ്പരം ലംബവും തുല്യവുമായാൽ പി ക്യു ആർ എസ് എന്താവും? സമചതുരമാവും. ഓക്കെ, ഇവിടെ ഇതൊക്കെ പാരലൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ എന്തായിട്ട് നമുക്ക് കിട്ടും? ഒക്കെ 90 ഡിഗ്രി ആയിട്ട് കിട്ടും. ഓൾ ആംഗിൾസ് ആർ 90 ഡിഗ്രി. അപ്പോൾ അതെന്തായി? റെക്റ്റാങ്കിളായി. ഇനി ഇവിടെ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ സിയുടെ പകുതിയാണ് ആർ ക്യു, അതേപോലെ തന്നെ എ സിയുടെ പകുതിയാണ് എസ് പി, പി എസ് എന്നാണ്. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണ് അല്ലേ? ഇനി ഡി ബിയുടെ പകുതിയാണ് എസ് ആർ, അതേപോലെ തന്നെ പി ക്യും. അതായത് ഹാഫ് ഡി ബി ആണ് എന്ത്? എസ് ആർ പി ക്യു. അതേപോലെ തന്നെ ഹാഫ് എ സി ആണ് എന്ത്?
എസ് പിയും ആർ ക്യൂ. അപ്പോൾ ഡി ബിയും എ സിയും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. സോ വി ഗെറ്റ് ഓൾ ദ ആംഗിൾസ് ആർ ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ സൈഡും എന്തായിട്ട് കിട്ടും? ഈക്വൽ ആയിട്ട് കിട്ടും. സോ വി ക്യാൻ സേ ദാറ്റ് പി ക്യു ആർ എസ് ഈസ് എ സ്ക്വയർ. ഓക്കെ, ഡി ബി ഈക്വൽ ടു എ സി ആണ്. ഡി ബി ഈക്വൽ ടു എ സി ആയിട്ട് എടുത്താൽ ഡി ബി ഡയഗണൽസ് ഈക്വൽ ആയിട്ട് എടുക്കുകയാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എസ് ആർ ഈക്വൽ ടു പി ക്യു ഈക്വൽ ടു ഹാഫ് ഡി ബി. ഞാനിപ്പോൾ എഴുതി തന്നെ. അതേപോലെ തന്നെ പി ക്യു ഈക്വൽ ടു എസ് പി ഈക്വൽ ടു ഹാഫ് എ സി കിട്ടും. ഇനി ഡി ബി ഈക്വൽ ടു എ സി ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വലായി. അപ്പോൾ 4 എന്തായിട്ട് മാറും? ഈക്വൽ ആയിട്ട് മാറും. സോ ഓൾ സൈഡ്സ് ആർ ഈക്വൽ. എല്ലാ വശങ്ങളും എന്താകും? തുല്യമാകും. എല്ലാ വശങ്ങളും തുല്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ സ്ക്വയർ. പി ക്യു ആർ എസ് ഒരു സമചതുരമാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിലുള്ള ചോദ്യങ്ങൾ. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്. ഇതിൽ നമ്മളിതിനു മുമ്പ് ഈ ചാപ്റ്ററിൽ ചെയ്തിട്ടുള്ള ചാപ്റ്ററിലല്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസറുകളും നമ്മൾ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിലും കാണാം. വാച്ച് ഔട്ട്, ലേൺ ഇറ്റ്, ആൻഡ് വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.